പറഞ്ഞിട്ട് ഇരുമ്പ് ചൂടാക്കി വെച്ചാൽ വാതരോഗം മാറും. ഞാനൊരു കൊടുവാൾ കൊണ്ടുപോയി ചൂടാക്കിയിട്ട് ഉമ്മാന്റെ കാൽമ കൊണ്ടുപോയി വെച്ചു കൊടുത്തു. ഇവർ ചോദിച്ചു അങ്ങനെ ഒരു പുസ്തകം കൊണ്ടുവന്നു. പുസ്തകം വാങ്ങി നോക്കുമ്പോ പുസ്തകത്തിൽ ഇത് കാണിച്ചു കൊടുത്ത ഇയാള് നോക്കുമ്പോ അങ്ങനെ ഉണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്തും എല്ലാം മറിച്ചു നോക്കി ഇത് എന്താണ്. അപ്പൊ ഇതിന്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട് ഇത് കന്നുകാലികളുടെ ചികിത്സയാകുന്നു. ഇത് കന്നുകാലികളുടെ ചികിത്സയാകുന്നു തുടക്കത്തിലുള്ള ഇവര് നോക്കിയില്ല. ഇവൻ ഈ ഉമ്മാന്റെ പ്രശ്നത്തില, അതിന്റെ അപ്പുറം ഇപ്പുറം നോക്കിയില്ല. ഇതുപോലെ കാന്തപുരത്തിൽ എതിർക്കണോന്നല്ലാതെ അതിന്റെ അപ്പുറം ഇതാരാ എഴുതിയെന്ന് ഇവർ നോക്കിയില്ല. ഇതാരാ എഴുതിയെന്ന് ആദ്യം നോക്കണ്ടേ. ഇത് അഹമ്മദ് ഹസ്രജിന്റെ കിതാബ് അല്ല കുട്ടികളെ, അല്ലെ സുഹൃത്തുക്കളെ, അല്ലെ മൗലവിമാരെ, ഇത് വേറൊരാളെ കിതാബാ. ഈ കിതാബ് നിങ്ങൾ എന്തിന് അഹമ്മദ് ഹസ്രജിന്റെ കിതാബ് എന്ന് പറഞ്ഞത്? ഇത് മുസ്ലിം സമുദായത്തെ വഞ്ചിക്കലല്ലേ? ഇനിയോ വേറെന്താ? ഇനിയോ ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നിട്ട് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ അഹമ്മദ് ഹസ്രജി അയാളാണ് ഇത് അച്ചടിക്കാൻ വേണ്ടി പൈസ കൊടുത്തിട്ടോ. അത് ഈ തന്നെ ഉണ്ട്. എന്ത് ഈ അച്ചടിക്കാൻ പൈസ കൊടുത്തത് ബിനഫഖത്തി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് പൈസ കൊടുത്തത്. ഇതിന്റെ മുകളിൽ ഇത് പ്രസിദ്ധീകരിച്ചതും അദ്ദേഹത്തിന്റെ കമ്മിറ്റിയാണ്. അത് ഇതിലുണ്ട്. പക്ഷേ ഇമാം ഗസാലി റളിയല്ലാഹുവിന്റെ കിതാബ് അച്ചടിക്കാൻ വേണ്ടി ഞാൻ പൈസ കൊടുത്താൽ പറയാ, ഞാൻ ഇഹ്യാ ഉലൂമുദ്ദീൻ അച്ചടിക്കാൻ വേണ്ടി പൈസ കൊടുത്താൽ എനിക്ക് ആ ഇഹ്യയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? പ്രസിദ്ധീകരിക്കുന്നതോ കുറ്റ്യാടി പബ്ലിക്കേഷൻസാ, എന്നാ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ഗസാലി ഇമാം കണ്ട ഷാഫി സഖാഫിന്റെ CD ഇറക്കാണ് കുറ്റ്യാടി പബ്ലിക്കേഷൻസ്. ഞാൻ അതിന്റെ ചെയർമാനാന്ന് കൂട്ടിക്കോളി, ഉദാഹരണം. എന്നാ എനിക്ക് അയാളെ പ്രസംഗത്തിൽ വേറെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ഒരു പുസ്തകത്തിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഷെയ്ഖ് അഹമ്മദ് സത്യസന്ധനാണെന്നും മഹാനാണെന്നുമുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള മുടിയെക്കുറിച്ച് ഇതിലൊരൊറ്റ അക്ഷരം കൂട്ടിച്ചേർത്തില്ല എന്നത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയുടെ തെളിവാണ്. നിങ്ങളെപ്പോലെ ദുനിയാവിന് വേണ്ടി നടക്കുന്ന ആളല്ല അദ്ദേഹം. ഇനിയോ ശരിക്ക് പറയണം, ചില കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും. ജനങ്ങൾ തെറ്റിദ്ധരിക്കൂലേ? ഇനി സുഹൃത്തുക്കളെ ഞാൻ പറയാം, എന്താ ഇത് അവിടെ മുടി ഉണ്ടായിരുന്നില്ല. ഷെയ്ഖ് മുഹമ്മദ് ഹസൻ ഹസ്രജി അവിടുത്തെ ഔഖാഫിന്റെ മന്ത്രിയുണ്ടല്ലോ, അയാളെ കാലത്ത് അവിടെ മുടി ഉണ്ടായിരുന്നില്ല എന്ന് സമർത്ഥിക്കാണ് ഇയാൾ. അയാളൊന്ന് പറയട്ടെ, എന്താ പറയുന്നത് ഞാൻ ആദ്യമൊക്കെ പറയാ. അവിടെ റബീഉൽ അവ്വൽ മാസത്തിൽ ചില മൗലവിമാർ പോയിനല്ലോ, അന്നേരം മുടി കണ്ടിട്ടില്ലേ? ഒരു റബീഉൽ അവ്വൽ മൗലൂദിന് വന്നവർക്കെല്ലാം ഇങ്ങനെ മുടി കാണിച്ചു കൊടുക്കണമെന്നുണ്ടോ? എന്നാ വാസ്തവത്തിൽ അവിടെ മുടി പ്രദർശിപ്പിക്കാറുള്ളത് റമളാൻ 23-ാം രാവാണ്. എല്ലാ കൊല്ലം 23-ാം രാവ കാണിക്കുക. അപ്പൊ റമളാൻ 23-ന് കാണിക്കുന്ന മുടി റബീഉൽ അവ്വലിൽ പോയപ്പോ കണ്ടിട്ടില്ല. അതാ കാര്യമായ ഒരു തെളിവ്. അത് മഹാനായ മുഹമ്മദ് ഹസ്രജ് മരിക്കുവോളം, വഫാത്താകുവോളം ഉണ്ടായിട്ടില്ല എന്നതിന്റെ വ്യക്തമായ സാക്ഷികൾ ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാരെ പോലെയുള്ള ഒരു അല്ലാമ എന്ന് വിളിക്കാവുന്ന നിറഞ്ഞ പണ്ഡിതനാണ്. അദ്ദേഹത്തെ പോലെയുള്ള കാളാവ് സയ്യിദ് അലി മുസ്ലിയാരെ പോലെയുള്ള അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആലിമീങ്ങൾ തന്നെയുണ്ട്, പ്രവർത്തകരുണ്ട്. അവരൊക്കെ മുഹമ്മദ് ഹസ്രജി വഫാത്താകുന്നത് വരെ റബീഉൽ അവ്വലിലെ മൗലൂദുകളിൽ പങ്കെടുക്കുന്നവരാണ്. അങ്ങനെയൊക്കെ പങ്കെടുത്തിട്ടും അവിടെയൊന്നും ഈ അഹമ്മദ് ഇപ്പൊ അടുത്ത കാലത്ത് പ്രദർശിപ്പിച്ചത് അല്ലാതെ ആ ഫാമിലിയിൽ മുടി പ്രദർശിപ്പിച്ചിട്ടില്ല. അപ്പൊ കേട്ടില്ലേ, ഇവര് മൗലിദിന് പോകുമ്പോ മുടി പ്രദർശിപ്പിക്കും. ഇവര് മൗലിദിന് പോകുന്ന സമയത്ത് ഞങ്ങൾ മുടി പ്രദർശിപ്പിക്കും അവര് പറഞ്ഞോ? അവർക്ക് ഉദ്ദേശിച്ച സമയത്തല്ലേ അവര് പ്രദർശിപ്പിക്കുക. അപ്പൊ മുടി കാണാത്തതുകൊണ്ട് മുടി ഉണ്ടാവില്ല എന്ന് തീരുമാനം. സുബ്ഹാന ജല്ല ജല. ഇനിയിപ്പോ അഹമ്മദ് ഹസ്രജിക്ക് ഭാര്യ ഉണ്ടാവില്ല, കാരണം അവരെ ചിലർ കണ്ടിട്ടില്ല. ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ. അതെ, ഇനി എന്താ ഞാൻ പറയാ. ഞാൻ വിളിച്ചു ഇന്നലെ, ടെലിഫോൺ ചെയ്തു. ആരെ? അൽഹംദുലില്ലാഹ്, ഉസ്താദ് അവർകളെ ബർക്കത്ത് അല്ലാഹു തആലത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് നമ്മളെ യൂസുഫ് അലി സാഹിബ്, അല്ലാഹു അദ്ദേഹത്തിന്റെ ബർക്കത്ത് ചെയ്യട്ടെ, അദ്ദേഹത്തിന്റെ ബാപ്പക്കും ഉമ്മക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ, എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു, നിങ്ങളെ അബുദാബിയിൽ UAE-യിലെ ഗവൺമെന്റിന്റെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ ഇറക്കാൻ വിചാരിക്കുന്നത് എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞ ഉസ്താദിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, ഞാൻ ഉസ്താദിനോട് ചോദിക്കാതെ നിങ്ങളോട് പറയും, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അത് നിങ്ങളെ കടലാസ് നിങ്ങൾ ശരിയാക്കുന്നത്, എന്റെ കടലാസ് ഞാൻ ശരിയാക്കണം, അതിനാ അദബ് എന്ന് പറയാ. അങ്ങനെ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞാൽ ഞാൻ എന്നോട് ചോദിച്ചിട്ട് തന്നെയാണ് പേര് കൊടുത്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്നും എനിക്കറിയാം സുലൈമാൻ ഫറദിനെ, എനിക്ക് എത്രയോ കാലഘട്ടമായിട്ട് അറിയാം. അവിടുത്തെ വലിയൊരു പണ്ഡിതനാണ് സുലൈമാൻ.
ഒരുപാട് കിതാബ് രചിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഹസൻ ഖസറജി മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ മുഫ്തിയാണ്. ആ സുലൈമാൻ ഫറദിനെ ഇന്നലെ ഞാൻ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, മുഹമ്മദ് ഹസൻ ഖസറജിയുടെ കാലത്ത് അവിടെ മുടി പ്രദർശിപ്പിക്കാറുണ്ടോ, ബറക്കത്തെടുക്കാറുണ്ടോ, ആ ശൈഖിന്റെ കാലത്ത് അതുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറയുന്ന മറുപടി കേട്ടോളി. السلام عليكم. عليكم السلام ورحمة الله وبركاته. كيف حالك سيدنا؟ الحمد لله بارك الله فيك. أنا الأخ الشيخ عبد الرحمن الثقافي الهندي. أنا كنت ضيف مع الشيخ خليفة في السنة الماضية في رمضان. يا ألف مرحبا. التقينا الحمد لله. الحمد لله. متعارفين. الشيخ أنا من تلامذة الشيخ أبي بكر. هل كان الشعر موجود، شعر مبارك موجود في بيته أم لا؟ هذا هو الذي أنا أريد أن أعلم. يعني أنتم عايزين سند الشعر، عايزين السند اللي هي موجودة من أي الوبن ولا المطلوب؟ لا، هذا الشعر شعر مبارك موجود في بيت الشيخ أحمد. هل هذا موجود في زمان الشيخ محمد حسن خزرجي أم لا؟ هذا هو السؤال. نعم كانت موجودة. نعم موجودة. نعم. وهم يظهرون ويتبركون به في حياة الشيخ محمد حسن خزرجي. نعم نعم. صحيح. جزاك الله. കണ്ടോ? അപ്പൊ അബൂദാബിയിലെ ഷെയ്ഖ് മുഹമ്മദ് ഹസൻ ഖസറജി മന്ത്രിയായിരുന്ന സമയത്തുള്ള മുഫ്തി സുലൈമാൻ ഫറജ് നിഷേധിക്കാൻ കഴിയും? അദ്ദേഹത്തെ ഇന്നലെ രാത്രി ഞാൻ ടെലിഫോൺ ചെയ്ത് ചോദിച്ചാണ്. കാരണം എന്റെ ജീവിതത്തിൽ എനിക്ക് ഹക്കാണെന്ന് ബോധ്യപ്പെടാത്ത ഒരു വിഷയം എന്റെ ജീവിതത്തിൽ ഞാൻ പറയാറില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്നെ എന്റെ ഉസ്താദ് കാന്തപുർ ഉസ്താദ് പഠിപ്പിച്ചത് അങ്ങനെ. ഉസ്താദ് വേറെയും ചിലതൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒന്നും രണ്ടൊന്നല്ല. ഇനി സുഹൃത്തുക്കളെ, അപ്പൊ ചോദിക്കട്ടെ, വേറെ ഒരു അല്ലാമുണ്ട് എന്നാ ആ അല്ലാമാനോട് നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം ഒന്ന് ചോദിച്ചു പഠിച്ചുകൂടായി? നിങ്ങൾ ഈ അല്ലാമാനോട് ചോദിക്കാൻ ഇതിന്റെ അർത്ഥം വെച്ച് ഇനി ഇരിക്കട്ടെ. അടുത്തത് ഇവര് പറയുന്നുണ്ട്, ഇനി അബ്ദുൽ ഖാദർ ജീലാനി വഴിക്കാണ് സനദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും പൊളിഞ്ഞു. അബ്ദുൽ ഖാദർ ജീലാനി വഴിക്ക് ഇങ്ങനെ ഒരു സംഗതി വന്നതില്ല. ഇനി ആണെങ്കിൽ ഈ പറഞ്ഞത് കളവാണെന്നും പറയണം. അബ്ദുൽ ഖാദർ ജീലാനി വഴിക്ക് ഇങ്ങനെ ഇല്ല എന്ന് ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? ഉണ്ട് എന്ന് എവിടെ പറഞ്ഞു? രണ്ടിനും തെളിവ് പറയണം. ഉണ്ട് എന്ന് എവിടെ പറഞ്ഞു എന്നുള്ളതിനും തെളിവ് അറിയണം. ഇല്ല എന്ന് പറഞ്ഞു തന്നെ ആരും തെളിവ് പറയണം. നിങ്ങൾ ഇനി വായിക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് സംഗതി തന്നെ ഇരിക്കില്ല. അതിൽ പറഞ്ഞ എന്താന്ന് തിരിഞ്ഞില്ല, അതിൽ ഏത് സെനതാണെന്ന് പറഞ്ഞില്ല, അതാരാ എഴുതിയൊന്നും ഇല്ല, ഒന്നും മനസ്സിലായില്ല. ഇതിനുള്ള കൊണ്ട് കളിക്കണ്ട. ഇനി അബ്ദുൽ ഖാദർ ജീലാനി മുഖേന എന്ന് സുന്നി വേഴ്സിലുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അതുണ്ടോ എന്നുള്ളത് നിങ്ങൾ അഹമ്മദ് ഹസൻ ഖസറജി ജീവിച്ചിരിപ്പില്ലേ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടോളൂ. ഇവിടെ ആർക്കാ കുഴപ്പം? ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഓരോരോ പൊല്ലാപ്പ് പോയി തേണ്ടിയത്? ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? അപ്പൊ ജീലാനി മുഖേന എന്നത് പൊളിഞ്ഞു. എങ്ങനെ പൊളിഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകും. എങ്ങനെ പൊളിഞ്ഞത് ആണെങ്കിൽ ഇപ്പറഞ്ഞത് കളവാണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏത് പറഞ്ഞത് കളവാണോ? ഒന്നും കളവാണ്ടിയില്ല. ഒന്നും കളവാണ്ടിയില്ല, വെറുതെ പറഞ്ഞാൽ മതി. ഇനി അടുത്ത് വായിക്കണോ? അടുത്ത് വെക്കണം. മൂപ്പരെന്താ പറയുക? ഈ ഖസറജിന്റെ ഫാമിലി തന്നെ മുടിയില്ല. അങ്ങനെ കേട്ടാ തോന്നും ഖസറജും കഷണ്ടിയാന്ന് തോന്നും. ഒപ്പം തന്നെ ഈ ഖസറജി ഫാമിലിയിൽ മുടിയില്ല എന്ന് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിന്റെ 11ാം പേജിൽ മുടിയുള്ള രാജ്യങ്ങൾ പറയുന്നുണ്ട്, എണ്ണിപ്പറയുന്നുണ്ട് കുറെ രാജ്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മുടി സഹാബത്തിന്റെ ഇടയിൽ വിതരണം ചെയ്യാനുള്ള കാരണം, അതിന്റെ പിന്നിൽ ഉൾക്കൊണ്ട തത്വം എന്താണെന്ന് വിവരിച്ചുകൊണ്ട്, അത് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവൻ ബറക്കത്തെടുക്കാൻ, അങ്ങനെയുള്ള ആളുകൾക്ക് ബറക്കത്തെടുക്കാൻ വേണ്ടിയാണ് ഒഴിവാക്കിയതെന്നതിന്റെ ഹിക്മത്ത് പറഞ്ഞുകൊണ്ട് വഹാഹുമുസ് സഹാബത്തു യഹ്തഫിദൂന ബിശഅരിഹി ശരീഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഫഹാദാ യളഉ. ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു രംഗം. അതെന്താന്ന് ചോദിച്ചാൽ, അവര് വായിക്കുന്ന കിതാബ്, നമ്മൾ കൊണ്ടുവന്ന കിതാബല്ല, അവര് വായിക്കുന്ന കിതാബില് വഗൈരിഹാ മിൻ ബിലാദില്ലാഹി എന്ന വാചകം പച്ചയായി കട്ടുവെക്കുന്നത് സ്ക്രീനിൽ കാണാം. കിതാബിന്റെ കയ്യിലുണ്ട്. ശരിക്കും മുജാഹിദീങ്ങൾ പണ്ട് കട്ടില്ലേ, നാദാപുരത്തിൽ ആ കട്ടില്ലേ,
അതുപോലെ കട്ടത് വായിക്കുമ്പോ ശ്രദ്ധിച്ചോ, ശരിക്കും കേട്ടോ. في قلم صفته بركة في جهاده وذاك يضعه في ثيابه والآخر في قارورة عنده والرابي يكتحل به عند مرض എന്ന് സഹാബത്ത് ഉപയോഗിച്ചിരുന്ന രീതി. ചിലർ ദഫൻ ചെയ്തു, ചിലർ അവരെ തൊപ്പിയിൽ തുന്നിച്ചേർത്തു, ചിലർ അവരെ ഇയാലിന് ബറക്കത്ത് എടുക്കാൻ വേണ്ടിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബറക്കത്ത് മുസ്ലിമീങ്ങൾ തുടരുകയാണെന്ന് പറയുന്നതിന്റെ ഭാഗമായി ഇതിന്റെ ഗ്രന്ഥകർത്താവ് പറയുന്നു വൽ മുസ്ലിമൂന ഫീ മിസ്ർ, ശ്രദ്ധിച്ചു കൊള്ളണം, ഫീ മിസ്ർ വസൂരിയ വലബനാൻ വൽ ഉർദുൻ ജോർഡാൻ വൽ ഇറാഖ് വഫലസ്തീൻ വൽ യമൻ വൽ മഗ്റബ് മൊറോക്കോ വൽ ലിബിയ വൽ ജസായിർ അൾജീരിയ വസ്സൂദാൻ വതുർക്കിയ പാകിസ്ഥാൻ വബംഗ്ലാദേശ് വമക്കൽ മുക്കറമ വൽ മദീനത്തുൽ മുനവ്വറ. ഈ രാജ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇക്കിതാബ് പ്രസിദ്ധീകരിച്ച ഇമാറാത്ത് പറഞ്ഞിട്ടില്ല. അവിടെ അതിന്റെ ബാക്കി വഗൈരിഹാ മിൻ ബിലാദില്ലാഹ്, അത് കട്ടുവെച്ചതല്ലേ മൗലവി? വഗൈരിഹാ മിൻ ബിലാദില്ലാഹ് എന്തുകൊണ്ട് വായിച്ചില്ല നിങ്ങൾ? അർത്ഥം ഈ കിതാബ് പ്രസിദ്ധീകരിക്കുന്നത് വരെ ഇമാറാത്തിൽ ഒരു ഫാമിലിയുടെ കയ്യിൽ മാത്രമല്ല, ഇമാറാത്ത് എന്ന രാജ്യത്ത് തന്നെ മുടിയില്ല. ഒക്കെ കസണ്ടി. ഞാൻ ചോദിക്കട്ടെ, വഗൈരിഹാ മിൻ ബിലാദിൽ എന്തുകൊണ്ട് വായിച്ചില്ല നിങ്ങൾ? വൽ മദീനത്തിൽ മുനവ്വറ, നിങ്ങൾ വായിച്ച മുഴുവൻ സ്ഥലങ്ങളും വൽ മദീനത്തിൽ മുനവ്വറ, മദീനത്തുൽ മുനവ്വറയിലുണ്ട് വഗൈരിഹാ മിൻ ബിലാദില്ലാഹ്, അല്ലാഹുവിന്റെ നാടുകളായ അതല്ലാത്ത ഒരുപാട് നാടുകളിലുണ്ട് എന്ന് പറഞ്ഞത് മനഃപൂർവ്വം കട്ടുവെച്ചില്ലേ നിങ്ങൾ? എന്തിന്? ഈ മുടി അല്ലാഹുവിന്റെ റസൂലിന്റേതെല്ലാം വരുത്തി തീർക്കാൻ. കക്കുന്നതിനും ഇല്ലൊരു മര്യാദ. കക്കാൻ തീരുമാനിച്ചാൽ തന്നെ